ഹായ് ഫ്രണ്ട്സ്, ഡൊമൈൻ ഓഫ് ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ +2 സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു റിവിഷൻ സീരീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതായത് അത്ര വലിയ ചാപ്റ്ററാണ് എങ്കിൽ പോലും, അതായത് വളരെ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. എന്നാൽ നമുക്ക് ഫോക്കസ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത്, എങ്ങനെയായിരിക്കും അതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതുപോലെ അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ വീഡിയോസും ഒപ്പം നമ്മുടെ എക്സാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, RMS വാല്യൂ, AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, AC അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ, AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫോമർ. നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഉറപ്പായിട്ടും 100% ഷുവറാണ് നമ്മുടെ എക്സാമിനുണ്ടാകും. ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാവാം. എന്തായാലും ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ഫുള്ള് നോക്കുകയാണെങ്കിൽ ഈ AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ കഴിഞ്ഞിട്ട് കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് AC അപ്ലൈഡ് ടു എ സീരീസ് LCR സർക്യൂട്ട്, അതുപോലെ LC ഓസിലേഷൻസ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന പ്രോബ്ലംസ് കൂടുതലും ആ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് എക്സാമിന് ഈ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിന് നമ്മൾ ഈ പറഞ്ഞ LCR സർക്യൂട്ട് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ നടത്തിയതിന് ശേഷം, അതായത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ കുറിച്ചാണ്. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കുറച്ച് ജനറലൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുക, അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് സൈനുസോയിഡ്ലി വേരി ചെയ്യുന്ന, അതായത് ടൈമിനനുസരിച്ച് സൈനുസോയിഡ്ലി വേരി ചെയ്യുന്ന ഒരു വോൾട്ടേജ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വോൾട്ടേജിൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് അതിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യപ്പെടും, അതുപോലെ അതിൻ്റെ വാല്യൂസും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ AC ജനറേറ്റർ പഠിച്ചതാണ്. അവിടെ നമ്മൾ AC ജനറേറ്ററിൽ നിന്നുണ്ടാവുന്ന EMF പഠിച്ചിരുന്നു. E = EM sin ωt. ഇത് തന്നെയാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെയും ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാറുണ്ട്. E = E0 sin ωt, അല്ലെങ്കിൽ V = VM sin ωt, അതുമല്ലെങ്കിൽ V = V0 sin ωt. ഇങ്ങനെ 4 രീതിയിൽ നല്ല ഇത്രയും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെൻറ്റ് ചെയ്യാറായിട്ടുണ്ട്. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇതെല്ലാം എന്ത് തന്നെയാണ്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. അതായത് EMF വെച്ചിട്ടോ വോൾട്ടേജ് വെച്ചിട്ടോ നമുക്ക് ഇത് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് V = VM sin ωt എന്നാണ്. എന്ത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുക V = V0 sin ωt എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ E = E0 sin ωt എന്ന് പറയുന്ന ഇക്വേഷൻ ആയാലും. ഏതായാലും ഒരുപോലെ തന്നെയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇവിടെ V എന്താണെന്ന് ചോദിച്ചാൽ V is the instantaneous voltage. ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്, അതായത്
ടി എന്ന് പറയുന്ന ടൈമിലെ വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വി എം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പീക്ക് വോൾട്ടേജ് അഥവാ മാക്സിമം വോൾട്ടേജ് എന്ന് പറയും. പീക്ക് വോൾട്ടേജ് അഥവാ മാക്സിമം വോൾട്ടേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ദെൻ ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അതിൻ്റെ സ്പീഡാണ്, ആംഗുലർ സ്പീഡാണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ, അത് പോട്ടെ വിട്ടേക്കുക. പക്ഷേ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഒമേഗ ടി അഥവാ ആർഗ്യുമെൻ്റ് ഓഫ് സൈൻ, മറന്നു പോകരുത്. ആർഗ്യുമെൻ്റ് ഓഫ് സൈൻ, സൈനിൻ്റെ ആർഗ്യുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. അതായത് സൈൻ കഴിഞ്ഞ് വരുന്നത് എന്തോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആർഗ്യുമെൻ്റ് ഓഫ് സൈൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ആർഗ്യുമെൻ്റ് ഓഫ് സൈൻ ഈസ് കാൾഡ് ഫേസ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഇത് ഇവിടെ അഡീഷണലായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ആർഗ്യുമെൻ്റ് ഓഫ് സൈൻ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈൻ എക്സ് എന്നായിരുന്നെങ്കിൽ എക്സ് ആണ് ഫേസ്, സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ആണ് ഫേസ്, സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആണെങ്കിൽ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആണ് ഫേസ്. അപ്പോൾ ഈ സൈൻ കഴിഞ്ഞാൽ അകത്ത് വരുന്നത് എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, അറിഞ്ഞു വെച്ചിരിക്കാം. അപ്പോൾ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. വേർ വി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്, വി എം എന്ന് പറഞ്ഞാൽ പീക്ക് വോൾട്ടേജ് ആണ്. ആൻഡ് ദാറ്റ് ആർഗ്യുമെൻ്റ് ഓഫ് സൈൻ ഈസ് കാൾഡ് ഫേസ്. ദെൻ നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് വരികയാണ്, ആർ എം എസ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആർ എം എസ് വാല്യൂ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സൈനുസോയിഡൽ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് എങ്കിൽ, ഞാൻ റെഫർ ടു ഗ്രാഫ് വരയ്ക്കുന്നു, ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഈ വാല്യൂ എന്ന് പറയുന്നത് വി എം ആയിരിക്കും, ഈ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വി എം ആയിരിക്കും. ഇവിടെ ഞാൻ ഇതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. കാരണം സൈൻ ഫംഗ്ഷൻ്റെ ആവറേജ് എന്താണ്, 0 ആണ്. മനസ്സിലാക്കി വെച്ചിരിക്കാം, സൈൻ ഫംഗ്ഷൻ്റെ ആവറേജ് എന്താണ്, 0 ആണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് വോൾട്ടേജിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതിന് പകരം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആ പേര് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചെയ്യുക. ആദ്യം നമ്മൾ ഈ വാല്യൂസിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കുന്നു. ഇവിടെ 0 ആകാനുള്ള കാരണം എന്താണ്, ഇപ്പോൾ ഇവിടെ വി എം ഉണ്ടെങ്കിൽ ഇവിടെ മൈനസ് വി എം കാണും, ഇവിടെ വി എം ബൈ 2 ഉണ്ടെങ്കിൽ ഇവിടെ മൈനസ് വി എം ബൈ 2 കാണും, ഇവിടെ വി എം ബൈ 3 ഉണ്ടെങ്കിൽ ഇവിടെ മൈനസ് വി എം ബൈ 3 കാണും. അതായത് ഏതൊക്കെ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടോ അതിനെല്ലാം നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ സം എടുക്കുമ്പോൾ എന്തായി പോകും, 0 ആയി പോകും. കാരണം നമ്മൾ ആവറേജ് എടുക്കുന്നത് അങ്ങനെയാണ്, ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ആവറേജ് എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ എടുക്കുമ്പോൾ ഈ നെഗറ്റീവ് വാല്യൂസ് കൂടി എന്താകും, പോസിറ്റീവ് ആകും. ദാറ്റ് മീൻസ് എല്ലാ വാല്യൂസും പോസിറ്റീവ് ആകും. ഇനി നമ്മൾ ആ സ്ക്വയറുകളുടെ മീൻ എടുക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് സ്ക്വയേഴ്സിൻ്റെ മീനാണ്, അതിൻ്റെ റൂട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആർ എം എസ് വാല്യൂ കിട്ടും. അതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു എന്ന് കരുതുക. ഈ കണ്ടക്ടറിലൂടെ നമ്മൾ എ സി കടത്തി വിടുന്നു എന്ന് കരുതുക. ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് ഏതിൻ്റെ ആർ എം എസ് വാല്യൂ ആണോ ഡിഫൈൻ ചെയ്യാനുള്ളത് അതിനെ നമ്മളൊരു ടി സമയം കടത്തി വിടുന്നു എന്ന് കരുതുക. അങ്ങനെ ടി സമയം കടത്തി വിടുമ്പം അത് കുറച്ച് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ അതേ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡി സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് അതേ സമയം കൊണ്ട് അതേ കണ്ടക്ടറിൽ അതേ എമൗണ്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് കറണ്ട് ഡി സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ദ ആർ എം എസ് വാല്യൂ ഓഫ് എ സി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡി സി ഇക്വലന്റ് വിച്ച് പ്രൊഡ്യൂസസ് ദ സെയിം ഹീറ്റ് ആസ് ദാറ്റ് ഓഫ് എ സി. എ സി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡി സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും, ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. വി ആർ എം എസ് അതായത് വോൾട്ടേജിൻ്റെ ആൾട്ടർനേറ്റീവ് വോൾട്ടേജിൻ്റെ ആർ എം എസ് എന്ന് പറയുന്നത് വി എം ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആയിരിക്കും. അതുപോലെ ഐ ആർ എം എസ് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഐ എം ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആയിരിക്കും. വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ആണെന്ന് നമുക്കറിയാം. ഐ എം എന്ന് പറഞ്ഞാൽ അത് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആണ്. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് ഇതെങ്കിൽ ഐ എം എന്ന് പറഞ്ഞാൽ എന്താണ്, പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അപ്പോൾ വി ആർ എം എസ് ഈസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2, ഐ ആർ എം എസ് ഈസ് ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് 2. നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് ആർ എം എസ് വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ എന്ന്. റിലേഷൻ ഇതാണ്, വി ആർ എം എസ് ഈസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2, ഐ ആർ എം എസ് ഈസ് ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് 2. ഇനി നമ്മുടെ ഫോക്കസ് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ആർ എം എസ് വാല്യൂ കഴിഞ്ഞ് വരുന്ന മറ്റൊരു ടോപ്പിക് ഉണ്ട്, ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഫേസേഴ്സ് എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ ഈ 3 ടോപ്പിക്കുകളിൽ, അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറിൻ്റെ ടോപ്പിക്ക് പഠിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. എങ്കിൽ കൂടി ഞാൻ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം. എന്താണ് ഫേസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വോൾട്ടേജും ഇലക്ട്രിക് കറണ്ടും, വോൾട്ടേജ് എന്ന് പറയുന്നതും ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതും സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ സ്കെയിലാർ ക്വാണ്ടിറ്റികളെ നമ്മൾ റൊട്ടേറ്റിംഗ് വെക്ടറുകളാക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക ഫേസേഴ്സ് എന്ന് വിളിക്കുക. ഫേസർ മീൻസ് റൊട്ടേറ്റിംഗ് വെക്ടർ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നതും കറണ്ട് എന്ന് പറയുന്നതും എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റികളാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സ്കെയിലാർ ക്വാണ്ടിറ്റികളായിട്ടുള്ള വോൾട്ടേജിനെയും കറണ്ടിനെയും റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട്, വെക്ടോറിക്കൽ ഫോമിൽ, അതായത് ഒറിജിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവയെ രണ്ടിനെയും കൂടെ ഒരു ഗ്രാഫിൽ, അതായത് വോൾട്ടേജിനെയും കറണ്ടിനെയും കൂടെ ഒറ്റ ഇതിനകത്ത് അവർ തമ്മിലുള്ള ഫേസ് ആംഗിളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് ഡയഗ്രാം എന്താണെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ടേക്ക് പഠിക്കുമ്പോൾ, ഈ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, AC അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ, AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ ആണ്. ഈ 3 ടോപ്പിക്കുകളാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കുന്നില്ല, കാരണം ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണ് നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കുകയല്ല, എന്താണ് ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് പഠിച്ചു വെക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഏതിലേക്ക് പോകാം? AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, അതായത് ഒരു റെസിസ്റ്റർ മാത്രമുള്ളൊരു സർക്യൂട്ടിലേക്ക്. ഇതാണ് നമ്മുടെ റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റർ മാത്രമുള്ളൊരു സർക്യൂട്ടിലേക്ക് നമ്മൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എന്ത് ചെയ്യാനായിട്ട് പോവാണ്? അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V = Vm sin ωt. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന വോൾട്ടേജ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഏക കാര്യം ഇതാണ്, നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V = Vm sin ωt ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ, AC അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ, ഈ 3 കേസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു കാര്യം മനസ്സിൽ വയ്ക്കുക, നമ്മളൊരു 5 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വെക്കണം. ഒരു 5 കാര്യങ്ങൾ, ഇത്രയും ഫിക്സ്ഡ് ആണ്. നമ്മളിത് ഓരോ സിറ്റുവേഷൻ മാറുമ്പോഴും ഇതിനനുസരിച്ച് മാറ്റം വരുമെന്നേ ഉള്ളൂ. ഇപ്പോൾ AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ വരുമ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ സ്ഥാനത്തേക്ക് ഒരു ഇൻഡക്ടറിനെ നമ്മൾ പ്ലേസ് ചെയ്യും. ദെൻ കപ്പാസിറ്ററിൻ്റെ കേസ് വരുമ്പോൾ റെസിസ്റ്ററിനെ മാറ്റി നമ്മൾ അവിടെ ആരെ വെക്കുന്നു? ഒരു കപ്പാസിറ്ററിനെ വെക്കുന്നു. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V = Vm sin ωt തന്നെയാണ്. പക്ഷേ ഈ ഓരോ സിറ്റുവേഷനിലും ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു 5 കാര്യങ്ങളാണ് നമ്മളിതിൽ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തത് കറണ്ടിൻ്റെ ഇക്വേഷനാണ്. ദെൻ രണ്ടാമത് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവയുടെ 2 പേരുടെയും ഗ്രാഫ് വരയ്ക്കാൻ അറിയണം. നാലാമത്തത് അവരുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് അറിയണം, ഫേസർ ഡയഗ്രാം. ആൻഡ് അഞ്ചാമത്തത് അവിടുത്തെ ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ 5 കാര്യങ്ങൾ ഇത് മനസ്സിൽ വെച്ചിരിക്കുക. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? കണ്ടെത്താനായിട്ട് പോകുന്നത്. അതിപ്പോൾ AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ ആയാലും, AC അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ ആയാലും, AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ ആയാലും നമ്മൾ ചെയ്യുന്നത് ഈ 5 കാര്യങ്ങളാണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V = Vm sin ωt ആണ്. ദെൻ അവിടെ നിന്ന് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അവ തമ്മിലുള്ള റിലേഷൻ പറയണം, ഗ്രാഫ്, ഫേസർ ഡയഗ്രാം, ആവറേജ് പവർ. ഇതിൽ നമ്മൾ ഈ പറയുന്ന കറണ്ട് കണ്ടുപിടിക്കുന്നതിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടെത്തുന്നത് മാത്രമാണ് ഒരു വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് ഒരേ മെത്തേഡിലാണ്. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക, അതായത് കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളത് ഓരോ സിറ്റുവേഷനിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഡെറിവേഷൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. നമുക്ക് നോക്കാം എന്താണെന്ന്.
ഡെറിവേഷൻ പക്ഷേ നിങ്ങൾ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സാമിന് പഠിക്കണം, ഉറപ്പായിട്ടും എക്സാമിന് ആ ഡെറിവേഷൻ ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ഡെറിവേഷൻ മൊത്തമൊന്നും ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം. നിങ്ങളത് ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കറണ്ടിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇത്രയും മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് കറണ്ടിൻ്റെ ഇക്വേഷനാണ്. നമുക്ക് അറിയാവുന്നത് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഓംസ് ലോ ആയിരിക്കും. അപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓംസ് ലോ I = V/R ആണ്. അപ്പോൾ നമുക്ക് വിക്ക് പകരം Vm sin omega t എന്ന് കൊടുക്കാം. ഇത് വലിയ ഡെറിവേഷൻ അല്ല, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു പോകുന്നത് മാത്രം. V = Vm/R × sin omega t എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വിയുടെ മാക്സിമം വാല്യൂ വി അല്ല ഐയുടെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന Vm/R എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐയുടെ ഇക്വേഷൻ I = Im × sin omega t എന്ന് എഴുതാം. ഇതാണ് റെസിസ്റ്റർ മാത്രമുള്ള കേസിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇതിനെ എനിക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. വേർ Im എന്ന് പറഞ്ഞാൽ Vm/R ആണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്ററിൻ്റെ മാത്രമുള്ള കേസിലെ ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. കറണ്ടിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി. ആ പരിപാടി കഴിഞ്ഞു, കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി. I = Im sin omega t, വേർ Im എന്ന് പറഞ്ഞാൽ Vm/R. രണ്ടാമത് നമ്മൾ അവർ തമ്മിലുള്ള റിലേഷനിലേക്ക് പോവുകയാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് I എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ റിലേഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണാതെ പിടിക്കുക പോലും ചെയ്യേണ്ട. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത് ഫേസ് എന്താണെന്ന്. അതായത് നമ്മുടെ ഇക്വേഷനിൽ ആർഗ്യുമെൻ്റ് ഓഫ് സൈനിനകത്ത് വരുന്നത് എന്തോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ വോൾട്ടേജിൻ്റെ ഫേസ് എന്താണെന്ന് ചോദിച്ചാൽ സൈനിനകത്ത് വന്നിരിക്കുന്നത് ω t ആണ്. അതായത് വോൾട്ടേജിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ω t ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കറണ്ടിൻ്റെ ഇക്വേഷൻ എടുത്താൽ I = Im sin omega t ആണ്. അതിൽ ω t എന്ന് പറയുന്നതാണ് കറണ്ടിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പം വോൾട്ടേജിൻ്റെ ഫേസും ω t ആണ്, കറണ്ടിൻ്റെ ഫേസും എന്ത് തന്നെയാണ്? ω t തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ റിലേഷൻ പറയാൻ പറ്റും. എന്താണ്? കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഇവർ രണ്ടുപേരും എന്തിലായിരിക്കും? സെയിം ഫേസിലായിരിക്കും. പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം, കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പരിപാടി കഴിഞ്ഞു. എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് I എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ടിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നതിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ഡെറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ദെൻ അവയുടെ റിലേഷൻ കണ്ടുപിടിക്കാൻ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാം. അടുത്തത് അവർ തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഒരു സിംഗിൾ ഗ്രാഫിലായിരിക്കും, ഒറ്റ ഗ്രാഫിലായിരിക്കും രണ്ടും കൂടെ നമ്മൾ വരയ്ക്കുന്നത്. ഇത് X ആക്സിസ് ആണ്. X ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ω t ആയിരിക്കും. Y ആക്സിസിൽ നമ്മൾ Vm വരയ്ക്കും, അതുപോലെ ആരും വരയ്ക്കും? Im വരയ്ക്കും. ഞാൻ ω t വാല്യൂ എടുക്കുകയാണ്. ω t വാല്യൂ 0 കൊടുക്കുന്നു, π/2 കൊടുക്കുന്നു, π കൊടുക്കുന്നു, 3π/2 കൊടുക്കുന്നു, അതുപോലെ 2π കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പമാണ്. സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈനിൻ്റെ ഗ്രാഫ് വരച്ചാൽ മതി. ഇനി ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡൗട്ടുണ്ട്, ഗ്രാഫ് ക്ലിയർ ആയിട്ട് എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുക സൈഡിലേക്ക്. നിർബന്ധമുള്ള കാര്യമല്ല. ω വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്താകുമെന്നും കറണ്ട് എന്താകുമെന്നും നമുക്ക് കണ്ടുപിടിക്കണം. ω നമ്മൾ 0 കൊടുക്കും, π/2 കൊടുക്കും, π 3π/2, അതുപോലെ 2π. ഇത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം വോൾട്ടേജിൻ്റെ കേസിലേക്ക് വരാം. വോൾട്ടേജിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വോൾട്ടേജിൻ്റെ ω t 0 കൊടുക്കണം. അപ്പോൾ V = Vm sin 0. sin 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ദെൻ ω t നമ്മൾ π/2 കൊടുക്കുന്നു. അപ്പോൾ sin π/2 ആവും. sin π/2 1 ആണ്. അപ്പോൾ V = എന്നുള്ളത് എന്തായിട്ട് മാറും? Vm എന്നായിട്ട് മാറും. അടുത്തത് ω t π കൊടുക്കുന്നു. sin π 0 ആണ്. അപ്പോൾ V = 0 എന്ന് മാറും. അടുത്തത് 3π/2 കൊടുക്കുന്നു. sin 3π/2 -1 ആണ്. അപ്പോൾ V = -Vm എന്നായിട്ട് മാറും. ദെൻ 2π കൊടുക്കുന്നു. sin 2π 0 ആണ്. അപ്പോൾ V = വീണ്ടും എത്ര തന്നെ കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ω t 0 ആകുമ്പോൾ വോൾട്ടേജ് 0, ω t π/2 ആകുമ്പോൾ π/2 ω t വരുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് Vm. ദെൻ π ആകുമ്പോൾ വീണ്ടും 0, 3π/2 ആകുമ്പോൾ വീണ്ടും -Vm, 2π ആകുമ്പോൾ 0. നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ദാ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് Vm. ഈ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് -Vm.
വോൾട്ടേജിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. നമ്മൾ ഇനി അടുത്ത കറണ്ടിൻ്റെ ഗ്രാഫിലേക്ക് പോവാണ്. കറണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ സെയിം പ്രോസസ്സ്. ഒമേഗ ടിക്ക് വാല്യൂ എടുക്കുക. ഒമേഗ ടിക്ക് ഞാൻ ആദ്യം 0 കൊടുക്കുന്നു. I ഈസ് ഈക്വൽ ടു IM sin 0. sin 0 0 ആണ്. therefore I ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെൻ ഒമേഗ ടിക്ക് π/2 എടുക്കുന്നു. sin π/2 1 ആണ്. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു IM എന്നാവും. ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. -IM വരും, ദെൻ 0 വരും അല്ലേ. നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആദ്യം ഒമേഗ ടി 0 ആകുമ്പോൾ കറണ്ട് 0, ഒമേഗ ടി π/2 ആകുമ്പോൾ കറണ്ട് മാക്സിമം ദാറ്റ് ഈസ് IM. അത് വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും, കാരണം IM ഈസ് ഈക്വൽ ടു VM/R ആണ്. അതുപോലെ ഇവിടുത്തെ കേസിലേക്ക് വരുമ്പോൾ വീണ്ടും 0, 3π/2 വരുമ്പോൾ -IM, അടുത്തത് വരുമ്പോൾ 0. നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് IM ആൻഡ് ദിസ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -IM. വോൾട്ടേജും കാരണം നമ്മളുടെ ഗ്രാഫ് നമ്മൾ വരച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കറണ്ട് പീക്ക് വാല്യൂവിൽ എത്തുന്നതും വോൾട്ടേജ് പീക്ക് വാല്യൂവിൽ എത്തുന്നതും ഒരേ സമയത്തായിരിക്കും. അതുപോലെ കറണ്ട് 0 ആകുന്നതും വോൾട്ടേജ് 0 ആകുന്നതും ഒരേ സമയത്തായിരിക്കും. അതാണ് സെയിം ഫേസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ഫേസിലാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദാ ഇവിടെ രണ്ടുപേരും 0 ആണ്. ഇവിടെ എത്തുമ്പോൾ രണ്ടുപേരും പീക്ക് വാല്യൂവിലെത്തും. ഇവിടെ എത്തുമ്പോൾ രണ്ടുപേരും 0 ആകും. ഇവിടെ എത്തുമ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പീക്ക് വാല്യൂവിലെത്തും. ഇവിടെ എത്തുമ്പോൾ രണ്ടുപേരും 0 ആകും. ദാറ്റ് മീൻസ് കറണ്ടും വോൾട്ടേജും മാക്സിമത്തിലെത്തുന്നതും 0-യിലെത്തുന്നതും എല്ലാം എപ്പോഴാണ്? ഒരേ സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് സെയിം ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞു റൊട്ടേറ്റിംഗ് വെക്റ്റർ ആണ് എന്ന്. അപ്പോൾ ഞാൻ എന്താ റൊട്ടേറ്റിംഗ് വെക്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നു. ഇതാണ് റൊട്ടേറ്റിംഗ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റിംഗ് വെക്ടറിനെ ഞാൻ വരയ്ക്കാനായിട്ട് പോവാണ്. ആദ്യം നമുക്ക് വോൾട്ടേജിൻ്റെ വരയ്ക്കാം. V ഈസ് ഈക്വൽ ടു VM sin ωt. അത് തിരിഞ്ഞ ആംഗിൾ എത്രയാണ്? ωt ആംഗിളാണ് തിരിഞ്ഞത്. അപ്പോൾ ഇതാണ് 0-യിൽ നിന്ന് ωt ആംഗിൾ തിരിയണം. ഇതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നീളത്തിൽ വരയ്ക്കാം. ഇതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ തിരിഞ്ഞ ആംഗിൾ എത്രയാണ്? ωt ആണ്. ആൻഡ് ദിസ് ഈസ് VM. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ഈ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VM sin ωt ആയിരിക്കും. കാരണം ഇത് ωt ആണ്. ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? VM sin ωt ആയിരിക്കും. അതായത് നമ്മുടെ ഫേസറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈനുസോയിഡലി വേരി ചെയ്യുന്ന ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൽ തന്നെ നമുക്ക് കറണ്ടും കൂടെ വരയ്ക്കണം. കറണ്ടിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെയും മാറ്റമൊന്നുമില്ല. IM sin ωt തന്നെയാണ്. അപ്പോൾ തിരിഞ്ഞ ആംഗിൾ എത്ര തന്നെ? ωt തന്നെ. പക്ഷേ അത്രയും ഹൈറ്റ് വരില്ല. ദാറ്റ് ഈസ് IM. ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ നോക്കിയാൽ IM sin ωt കിട്ടും. ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം. വളരെ സിമ്പിളായിട്ട് ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ദെൻ ആവറേജ് പവറാണ്. ആവറേജ് പവർ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതിയാൽ വായിക്കുന്നത് ആവറേജ് പവർ എന്നാണ്. ഇവിടെ നമ്മൾ ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് IRMS × VRMS എന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് IRMS സ്ക്വയർ × R എന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് VRMS സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്നായിരിക്കും. പേടിക്കൊന്നും വേണ്ട. പവർ ഈസ് ഈക്വൽ ടു IV ആണ്. പവർ ഈസ് ഈക്വൽ ടു I²R ആണ്. പവർ ഈസ് ഈക്വൽ ടു V²/R ആണ്. ഇത് തന്നെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. Iക്ക് പകരം IRMS കൊടുക്കുന്നു, Vക്ക് പകരം VRMS കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇതാണ് റെസിസ്റ്ററിൻ്റെ കേസിൽ ആവറേജ് പവർ എന്ന് പറയുന്നത്. നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡെറൈവ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. സൈൻ ഫംഗ്ഷൻ്റെ ആവറേജ് 0 ആണ്. കോസ് ഫംഗ്ഷൻ്റെ ആവറേജ് 0 ആണ്. സൈൻ സ്ക്വയർ ഫംഗ്ഷൻ്റെ ആവറേജ് 1/2 ആണ്. കോസ് സ്ക്വയർ ഫംഗ്ഷൻ്റെ ആവറേജും 1/2 ആണ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ഞാൻ ആ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AC അപ്ലൈഡ് ടു റെസിസ്റ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഈ ഒരു 5 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ AC അപ്ലൈഡ് ടു റെസിസ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിലും കപ്പാസിറ്ററിൻ്റെ കേസിലും പറയുന്നത്. ഞാൻ പറഞ്ഞു കറണ്ട് ഡിറൈവ് ചെയ്തെടുക്കുന്നതിൽ മാത്രമാണ് വ്യത്യാസം വരിക. നമുക്കത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. കറണ്ട് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരും. ജസ്റ്റ് നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ ആണ്. ഇൻഡക്ടറിലേക്ക് നമ്മളൊരു AC അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇൻഡക്ടർ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ആ ഇൻഡക്ടറിനൊരു ഇൻഡക്റ്റൻസ് ഉണ്ട് L. അതിനെ ഞാനൊരു AC വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു VM sin ωt. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. V ഈസ് ഈക്വൽ ടു VM sin ωt. വോൾട്ടേജ് അതുപോലെ എഴുതി. ഇനി കറണ്ട് കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ റെസിസ്റ്ററിൻ്റെ കേസിൽ ഓംസ് ലോ ആണ് യൂസ് ചെയ്തത് എങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കിർച്ചോഫ്സ് റൂൾ ആയിരിക്കും. അതായത് കിർച്ചോഫ് വോൾട്ടേജ് ലോ ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുക. കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ.
വോൾട്ടേജ് ലോ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഇ എം എഫ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഈ സർക്യൂട്ടിൽ ടോട്ടൽ ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് വരും. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ആണ്. ദെൻ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുകയും അവിടെ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ്, ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രം. ആ ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -L × di/dt ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് L × di/dt is equal to V എന്ന് കിട്ടും. അതുപോലെ di is equal to V/L × dt എന്ന് കിട്ടും. വിക്ക് നമ്മൾ Vm sin omega t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ di is equal to Vm/L × sin omega t dt എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. therefore I is equal to integral Vm/L × sin omega t dt. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ അങ്ങ് എഴുതുകയാണ്. Vm/L omega × മൈനസ് cos omega t എന്നായിരിക്കും കിട്ടുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ എളുപ്പത്തിൽ ഇവിടെ കമ്പാരിസൺ നടക്കില്ല. കാരണം ഇത് സൈൻ ഫംഗ്ഷനാണ്, ഇത് കോസ് ഫംഗ്ഷനാണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ രണ്ടും ഒരേ രീതിയിൽ കിടന്നാൽ, രണ്ടും സൈൻ ഫംഗ്ഷനിൽ കിടന്നാലേ കമ്പയർ ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ മാറ്റണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി ഇതാണ്. കോസ് തീറ്റയെ നമുക്ക് സൈൻ π/2 മൈനസ് തീറ്റ എന്ന് എടുക്കാം. ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കോസ് തീറ്റയെ എനിക്ക് സൈൻ തീറ്റ മൈനസ് π/2 എന്ന് എഴുതാം. ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ മൈനസ് π/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. I is equal to മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം ഇത് കൊടുക്കാം. അപ്പോൾ ബാലൻസ് ഉള്ളത് Vm/L omega × സൈൻ ഒമേഗ ടി മൈനസ് π/2. Vm/L omega പകരം നമുക്ക് Im എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് Im is equal to സൈൻ ഒമേഗ ടി മൈനസ് π/2. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട്. കറണ്ടിൻ്റെ ഇക്വേഷനായി. ഇനി അവിടെ ഓർക്കേണ്ട കാര്യം Im എന്ന് പറഞ്ഞാൽ Vm/L omega ആണ്. ആൻഡ് ദിസ് L omega നമ്മളൊരു പേര് വിളിക്കും. എന്താണെന്ന് പറയാം, ശ്രദ്ധിക്കുക. നമുക്ക് നേരത്തെ കിട്ടിയ Vmൻ്റെ ഇക്വേഷൻ Im is equal to Vm/R ആണ്. അതായത് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ സംതിങ് ആണ്. കറണ്ടിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ സംതിങ്. ആ സംതിങ് എന്തായിരുന്നു? റെസിസ്റ്റൻസ് ആയിരുന്നു. അതായത് റെസിസ്റ്റർ വെക്കുന്ന സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഓപ്പോസിഷൻ. അപ്പോൾ അതേ റോളാണ് ഇവിടെ ആര് ചെയ്യുന്നത്? L omega ചെയ്യുന്നത്. അതായത് അവിടെ റെസിസ്റ്റൻസ് ചെയ്ത അതേ റോള് ഇവിടെ ചെയ്യുന്നത് ആരാണ്? L omega ആണ്. therefore that L omega is called XL, called ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെച്ചിരിക്കുക, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇനി എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്റ്റർ. ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ റെസിസ്റ്റർ ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റൻസ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്റ്റർ. ഇൻഡക്റ്റർ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷനായി. ഇനി റിലേഷൻ പറയണം. റിലേഷൻ പറയാൻ വളരെ എളുപ്പം. നേരത്തെ പോലെ തന്നെ നോക്കുക. വോൾട്ടേജിൻ്റെ ഫേസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒമേഗ ടി ആണ്. കറണ്ടിൻ്റെ ഫേസിലേക്ക് വന്നാൽ കറണ്ടിൻ്റെ ഫേസ് എത്രയാണ്? ഒമേഗ ടി മൈനസ് π/2 ആണ്. ഇവിടെ ഫേസ് ഒമേഗ ടി, ഇവിടെ ഒമേഗ ടി മൈനസ് π/2. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 മൈനസ് π/2. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10 മൈനസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരുന്നോ വോൾട്ടേജിൻ്റെ ഫേസ് അതിനേക്കാൾ ഒരു π/2 കുറവാണ് കറണ്ടിൻ്റെ ഫേസ്. എന്താണ്? വോൾട്ടേജിൻ്റെ ഫേസ് എന്തായിരുന്നു അതിനേക്കാൾ ഒരു π/2 കുറവാണ് കറണ്ടിൻ്റെ ഫേസ്. ഇപ്പോൾ കുറവ് മീൻസ് എന്താണ്? പുറകിലാണ്. അപ്പോൾ നമ്മൾ പറയും കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് π/2. അതായത് ഒരു π/2 ഫേസ് പുറകിലായിരിക്കും ആരെന്ന് പറയുന്നത്? കറണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് π/2. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ഗ്രാഫിലേക്ക് വരാം. ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ ഉപയോഗിക്കാം. ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. എക്സ് ആക്സിസിൽ നമ്മൾ ഒമേഗ ടി എടുക്കുന്നു. ഇങ്ങോട്ടേക്ക് വി അല്ലെങ്കിൽ I എടുക്കുന്നു. ഈ വാല്യൂ 0 ആണ്. ഇവിടെ ഞാൻ π/2 എന്ന് കൊടുക്കുന്നു. ഇവിടെ ഞാൻ π കൊടുക്കുന്നു. ഇവിടെ 3π/2 കൊടുക്കുന്നു. ഇവിടെ 2π കൊടുക്കുന്നു. V = Vm sin omega t. മാറ്റമൊന്നുമില്ല. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോകുന്നില്ല. 0 വരും, ദെൻ Vm വരും, 0 വരും, മൈനസ് Vm വരും, 0 വരും. നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടും. നേരത്തെ അതേ ഇക്വേഷൻ തന്നെ, മാറ്റമൊന്നുമില്ല.
ദാറ്റ് ഈസ് വി എം ആൻഡ് ദിസ് ഈസ് മൈനസ് വി എം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കറണ്ടിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വരച്ച് കാണിക്കാം. അതായത് ഒമേഗ ടി എടുക്കുന്നു, കറണ്ടും എടുക്കുന്നു. ഓക്കെ, ഒമേഗ ടിയുടെ വാല്യൂ 0 കൊടുക്കണം, π/2 കൊടുക്കണം, പൈ കൊടുക്കണം, 3π/2 കൊടുക്കണം, 2π കൊടുക്കണം. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന വാല്യൂ. ഓർത്ത് വെച്ചിരിക്കുക, നമ്മൾ വാല്യൂ എടുക്കുന്നത് ഒമേഗ ടിക്കാണ്. അപ്പോൾ വാല്യൂ എടുക്കുന്നു, ഒമേഗ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ സൈൻ 0 മൈനസ് π/2, ദാറ്റ് ഈസ് സൈൻ മൈനസ് π/2. സൈൻ മൈനസ് π/2 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ എന്ത് വരും? I ഈസ് ഈക്വൽ ടു -Im എന്ന് വരും. അടുത്തത് ഒമേഗ ടിക്ക് π/2 കൊടുക്കുന്നു. π/2 മൈനസ് π/2 0 ആണ്. അപ്പോൾ സൈൻ 0 വരും. സൈൻ 0 എത്രയാണ്? 0 ആണ്. അടുത്തത് പൈ കൊടുക്കുന്നു. പൈ മൈനസ് π/2 π/2 ആണ്. സൈൻ π/2 1 ആണ്. അപ്പോൾ I ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? Im ആയിട്ട് മാറും. 3π/2 കൊടുക്കുന്നു. അപ്പോൾ 3π/2 മൈനസ് π/2 എന്ന് പറഞ്ഞാൽ 2π/2, ദാറ്റ് ഈസ് പൈ വരും. സൈൻ പൈ 0 ആണ്. അടുത്തത് കഴിയുമ്പോഴത്തേന് 2π മൈനസ് π/2 3π/2 വരും, മൈനസ് വരും, ദാറ്റ് ഈസ് -Im. സംശയം ഉണ്ടെങ്കിൽ വാല്യൂ കൊടുത്തു പോകുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ ടി 0 ആകുമ്പോൾ കറണ്ട് -Im, ഒമേഗ ടി 0 ആകുമ്പോൾ കറണ്ട് -Im, π/2 ആകുമ്പോൾ 0, പൈ ആകുമ്പോൾ Im, 3π/2 ആകുമ്പോൾ 0, 2π ആകുമ്പോൾ വീണ്ടും -Im. ദാറ്റ് മീൻസ് നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതാ നോക്കിക്കോളൂ, വോൾട്ടേജ് 0 ആയത് ഇവിടാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു π/2 കഴിയുമ്പോഴാണ് കറണ്ട് 0യിലേക്ക് എത്തുന്നത്. വോൾട്ടേജ് മാക്സിമം എത്തിയത് π/2ലാണ്. എന്നാൽ അതും കഴിഞ്ഞൊരു π/2 കഴിയുമ്പോഴാണ് കറണ്ട് എന്ത് ചെയ്യുക? മാക്സിമത്തിലെത്തുക. അതായത് വോൾട്ടേജിൻ്റെ പുറകെയാണ്, ഒരു π/2 പുറകിലായിരിക്കും എപ്പോഴും ആര് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക? കറണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് വളരെ സിമ്പിൾ, നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ ദാ ഇങ്ങനെ വരയ്ക്കുന്നു. ആദ്യം വോൾട്ടേജ് എഴുതണം. വോൾട്ടേജ് ഒമേഗ ടി ആംഗിൾ ആണ്. ദിസ് ഈസ് വി എം. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഒമേഗ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സോറി, ഈ വെക്ട്രിക്കൽ കമ്പൗണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? വി എം സൈൻ ഒമേഗ ടി ആയിരിക്കും. ദെൻ ഇതിനകത്ത് നമുക്കിനി കറണ്ട് വരയ്ക്കണം. കറണ്ടിൻ്റെ ഇക്വേഷൻ നോക്കുക. കറണ്ടിൻ്റെ ഇക്വേഷനിൽ ഒമേഗ ടി അല്ല, ഒമേഗ ടി മൈനസ് π/2 ആണ്. എന്ന് പറഞ്ഞാൽ 0യിൽ നിന്നൊരു ഒമേഗ ടി പോകണം. ദെൻ ഒമേഗ ടിയിൽ നിന്നൊരു π/2 കുറയണം. π/2 കുറയുക എന്ന് പറഞ്ഞാൽ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട്. ദിസ് ഈസ് Im ആൻഡ് ദിസ് ആംഗിൾ എന്ന് പറയുന്നത് Im സൈൻ ഒമേഗ ടി മൈനസ് π/2. കാരണം ദാ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഒമേഗ ടി മൈനസ് π/2 ആയിരിക്കും. ഓക്കെ, കാരണം മൊത്തത്തിലുള്ള ആംഗിൾ 90 ആണ്. ഈ ആംഗിൾ ഒമേഗ ടി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഒമേഗ ടി മൈനസ് π/2 ആണ്. ഇതാണ് ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മൾ ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്താൽ അത് 0 എന്നായിരിക്കും കിട്ടുക. ചെയ്ത് നോക്കിക്കോളൂ. ആവറേജ് പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ആവറേജ് പവർ 0 ആവുന്നുണ്ട്. ഈ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് വേണമെങ്കിൽ വാട്ട്ലെസ് കറണ്ട് എന്നൊക്കെ വിളിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി, ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് വാട്ട്ലെസ് കറണ്ട്. ഓർക്കാൻ പാടൊന്നുമില്ല. വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ പവർലെസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇതെന്ന് പറയുന്നു? വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 5 കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്തൊക്കെയായിരുന്നു? കറണ്ടിൻ്റെ ഇക്വേഷൻ, റിലേഷൻ, ഗ്രാഫ്, ഫേസർ ഡയഗ്രാം, ആവറേജ് പവർ. ഈ 5 കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഈ സംഭവം കംപ്ലീറ്റ് ആവും. അപ്പം നമുക്ക് ഒന്നും കൂടെ പഠിക്കാനുണ്ട്. ഏതാണ്? കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസും കൂടെ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് നോക്കാനുള്ളത് കപ്പാസിറ്റർ ആണ്. സെയിം പരിപാടി, ഒരു വ്യത്യാസമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ദാ ഞാൻ കപ്പാസിറ്ററിനെ എടുക്കുന്നു. ദെൻ ദാ ഇവിടെ ഒരു AC വോൾട്ടേജിനെ കണക്ട് ചെയ്യുന്നു. കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് VM സൈൻ ഒമേഗ ടി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. പ്രശ്നമൊന്നുമില്ല. നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വി ഹാവ് കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q/V, അല്ലെങ്കിൽ സ്മാൾ Q എടുക്കുക. Q/V. അങ്ങനെയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V ആണ്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു CVM സൈൻ ഒമേഗ ടി. Q കിട്ടിക്കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ, നമുക്ക് ഇക്വേഷൻ അറിയാം, dQ/dt ആണ്. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു d/dt ഓഫ് CVM സൈൻ ഒമേഗ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ I ഈസ് ഈക്വൽ ടു CVM ഇൻറ്റു d/dt ഓഫ് സൈൻ ഒമേഗ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ I ഈസ് ഈക്വൽ ടു C ഒമേഗ VM കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി സൈൻ π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റയാണ്. ദെൻ I ഈസ് ഈക്വൽ ടു C ഒമേഗ VM സൈൻ
ഒമേഗ ടി പ്ലസ് π/2 π/2 പ്ലസ് ഒമേഗ ടി എന്ന് എഴുതുന്നതും ഒമേഗ ടി പ്ലസ് π/2 എന്ന് എഴുതുന്നതും കുഴപ്പമില്ല. അപ്പോൾ ഈ സി ഒമേഗ വി എം ആണ് നമ്മുടെ ഐ എം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആദ്യം കിട്ടിയത് ഐ എം എന്ന് പറയുന്നത് വി എം ഡിവൈഡഡ് ബൈ ആർ എന്നാണ്. രണ്ടാമത് കിട്ടിയത് വി എം ഡിവൈഡഡ് ബൈ എക്സ് എൽ അഥവാ എൽ ഒമേഗ എന്നാണ്. അപ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ എന്ന് കിട്ടണം. അവിടെ ഞാൻ ഇതിനൊന്ന് മാറ്റുകയാണ്. ഐ ഈസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ 1/c ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് π/2. അങ്ങനെയാണെങ്കിൽ 1/c ഒമേഗയെ നമ്മളൊരു പേര് വിളിക്കും എക്സ് സി കാൾഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്താണ് 1/c ഒമേഗ അഥവാ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് അതാണ് എന്ത് എക്സ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാറി. ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് π/2. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കറണ്ടിൻ്റെ ഇക്വേഷനായി ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് π/2. കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിലേഷൻ പറയാൻ ഒരു പാടുമില്ല. കാരണം എന്താ, ഇവിടുത്തെ ഫേസ് ഒമേഗ ടി ആണ്, ഇവിടുത്തെ ഫേസ് ഒമേഗ ടി പ്ലസ് π/2 ആണ്. ഒരു π/2 കൂടുതലാണ്. അപ്പോൾ എന്തിലാണ്, മുമ്പിലാണ് കറണ്ട്. ദാറ്റ് ഈസ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് π/2. വോൾട്ടേജ് ബൈ എ ഫേസ് π/2. ഒരു π/2 ഫേസ് മുമ്പിലാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു. മൂന്നാമത്തെ എന്താണ്, ഗ്രാഫ് വരയ്ക്കണം. വളരെ എളുപ്പമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ദാ ഇങ്ങോട്ടേക്ക് വി അല്ലെങ്കിൽ ഐ ഞാൻ എടുക്കുന്നു. ഇവിടെ 0, ഇവിടെ π/2 പൈ 3π/2 ദെൻ 2π ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് ഒമേഗ ടി. വിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പാടൊന്നുമില്ല. 0 വരും, വി എം വരും, 0 വരും, മൈനസ് വി എം വരും, ഇത് വരും. കാരണം ഇക്വേഷന് മാറ്റമൊന്നുമില്ല. ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ. ദിസ് ഈസ് വി എം ആൻഡ് ദിസ് ഈസ് മൈനസ് വി എം. ഓക്കെ, പെട്ടെന്ന് വരച്ചു പോയതാണ്. ദെൻ രണ്ടാമത്തത് കറണ്ടിൻ്റെ ഇക്വേഷൻ വരയ്ക്കണം. ഒമേഗ ടി പ്ലസ് π/2 ആണ്. ഒമേഗ ടിക്ക് എത്ര കൊടുക്കണം, 0 കൊടുക്കണം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ 0 പ്ലസ് π/2 സൈൻ π/2 ആവും. സൈൻ π/2 1 ആണ്. അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1 നിങ്ങൾ നേരത്തെ പോലെ വരച്ചു നോക്കുക. അടുത്തത് ചെയ്യുമ്പോൾ വീണ്ടും 0 വരും, അടുത്ത് വരുമ്പോൾ -1 വരും, 0 വരും, -1 വരും. നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കറണ്ടാണ് ആദ്യം മാക്സിമത്തിലെത്തിയത്. അത് കഴിഞ്ഞൊരു π/2 കഴിയുമ്പോഴേ ആര് മാക്സിമത്തിൽ വരൂ, വോൾട്ടേജ് മാക്സിമത്തിൽ വരൂ. ദാറ്റ് മീൻസ് കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, മുമ്പിൽ നിൽക്കുന്നത്. ദെൻ നമ്മൾ ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നു. ഫേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം വോൾട്ടേജ് വരയ്ക്കുന്നു. ദിസ് ഈസ് വി എം. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗ ടി കഴിഞ്ഞു. ദെൻ ഒരു π/2 കൂടെ വരണം. ഒമേഗ ടി പ്ലസ് π/2 ആണ്. ദിസ് ഈസ് ഐ എം. ഇതാണ് എന്ത് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്ത് വരയ്ക്കാം, വെർട്ടിക്കൽ കമ്പോണൻറ്റ് വരച്ചാൽ എന്ത് കിട്ടും, സൈൻ ഫംഗ്ഷൻ കിട്ടും. ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെയും ആവറേജ് പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയെന്ന് തന്നെ കിട്ടും, 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെയും എന്ത് കറണ്ട് തന്നെയാണ്, വാട്ട്ലെസ് കറണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റെസിസ്റ്ററും ഇൻഡക്ടറും നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് കപ്പാസിറ്റർ മനസ്സിലാക്കാൻ പാടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതാണ് 3 കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കേസസ് കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഉറപ്പാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഫേസ് ഡയഗ്രാം ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം, ചിലപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം, ചിലപ്പോൾ ആവറേജ് പവർ എന്താണെന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഈ ഭാഗത്ത് വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം. നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്യാം. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 പ്രോബ്ലംസ്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമായിരിക്കും. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ട്രാൻസ്ഫോമർ. അതുകൂടെ പറഞ്ഞ് 1-2 പ്രോബ്ലംസ് കൂടെ ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് എ സി വോൾട്ടേജ്. ഇൻക്രീസ് ഓർ ഡിക്രീസ് എ സി വോൾട്ടേജിനെ, ആൾട്ടർനേറ്റീവ് വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ആരെന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചില്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് എ സി വോൾട്ടേജ് ആണ്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. 2 തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണ് നമുക്ക് സാധാരണ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, മറ്റൊന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പഠിച്ചു വെച്ചിരിക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആ പേരിൽ തന്നെ ഉണ്ട്, വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്.
അതിനോടൊപ്പം ഓർക്കുക, നമ്മൾ എവിടാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനെ നമ്മൾ പ്രൈമറി എന്നും എവിടാണോ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അതിനെ നമ്മൾ എന്ന് വിളിക്കും, സെക്കൻഡറി എന്ന് വിളിക്കും. അതായത് ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ 2 കോയിലുകൾ ഉണ്ടാവും. ഇവിടെ ഒരു കോയിലുണ്ടാവും, ഇവിടെ ഒരു കോയിലുണ്ടാവും. അതിന് സ്റ്റെപ്പ് അപ്പ് ആയാലും സ്റ്റെപ്പ് ഡൗൺ ആയാലും ഇവിടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, അപ്പോൾ ഇതിനെ ഞാൻ പ്രൈമറി എന്ന് വിളിക്കും. ഇവിടാണ് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത്, ഇതിനെ ഞാൻ സെക്കൻഡറി എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് NP, ഇവിടുത്തെ വോൾട്ടേജ് VP, ഇവിടുത്തെ കറണ്ട് IP. അതേപോലെ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് NS, ഇവിടുത്തെ വോൾട്ടേജ് VS, ഇവിടുത്തെ കറണ്ട് IS. ഓക്കെ, അത് ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാനാണ്. നമുക്ക് ആ കമ്പാരിസൺ പഠിക്കാനാണ് പറയുന്നത്. സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാൻ. അപ്പോൾ ഏത് വോൾട്ടേജ് ആയിരിക്കും വലുത്? രണ്ടാമത്തെ വോൾട്ടേജ് ആയിരിക്കും വലുത്. ദാറ്റ് ഈസ് VS ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? VP ആയിരിക്കും. വോൾട്ടേജ് എവിടെ കൂടുതലാണോ അവിടെ ഉറപ്പായിട്ട് എന്ത് കൂടുതലായേ പറ്റൂ? നമ്പർ ഓഫ് ടേൺസ് കൂടുതലായേ പറ്റൂ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഇനി പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ, അതായത് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കൂടുന്നിടത്ത് എന്ത് കുറയണം? കറണ്ട് കുറയണം. വോൾട്ടേജ് കൂടുതൽ സെക്കൻഡറിയിലാണ് എങ്കിൽ സെക്കൻഡറിയിലെ കറണ്ട് എന്തായിരിക്കും? പ്രൈമറിയിലെ കറണ്ടിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ പ്രൈമറിയിൽ കറണ്ട് കൂടുതലാണ്. പ്രൈമറിയിൽ കറണ്ട് കൂടുതലായതുകൊണ്ട് അവിടെ ഹീറ്റ് എനർജി കൂടുതലായിട്ടുണ്ടാവും. ഹീറ്റ് എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് കുറയ്ക്കണം. റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ഏരിയ കൂടിയ കമ്പികൾ ഉപയോഗിക്കണം. ദാറ്റ് മീൻസ് തിക്ക് വയേഴ്സ് ഇൻ പ്രൈമറി. തിക്ക് വയേഴ്സ് എവിടെ നമ്മൾ ഉപയോഗിക്കും? പ്രൈമറിയിൽ ഉപയോഗിക്കും. പരിപാടി കഴിഞ്ഞു, കമ്പാരിസണായി. അല്ല, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഈ പേരിൽ നിന്ന് തന്നെ എല്ലാം പഠിക്കാൻ പറ്റും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്, വോൾട്ടേജ് കൂട്ടാനാണ്. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കൂടുതൽ, പ്രൈമറി വോൾട്ടേജ് കുറവ്. ഓക്കെ, ദെൻ വോൾട്ടേജ് കൂട്ടിയെടുത്ത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. വോൾട്ടേജ് കൂട്ടിയെടുത്ത് കറണ്ട് കുറവായിരിക്കും. വോൾട്ടേജ് കൂടുതൽ സെക്കൻഡറിയിലാണ്. ദെർഫോർ സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനേക്കാൾ കുറവായിരിക്കും. എവിടെ കറണ്ട് കൂടുതലോ അവിടെ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തിക്ക് വയേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ പ്രൈമറിയിൽ തിക്ക് വയേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാം, വോൾട്ടേജ് കുറയ്ക്കാനാണ്. അപ്പം സെക്കൻഡറി വോൾട്ടേജ് ഈസ് ലെസ് ദാൻ പ്രൈമറി വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. കറണ്ട് കൂടുതൽ എവിടെ ആയിരിക്കും? വോൾട്ടേജ് കുറഞ്ഞെടുത്തായിരിക്കും. വോൾട്ടേജ് കുറഞ്ഞത് ഇവിടെ ആയതുകൊണ്ട് കറണ്ട് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പ്രൈമറി. സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലായതുകൊണ്ട് തിക്ക് വയേഴ്സ് യൂസ്ഡ് ഇൻ സെക്കൻഡറി. തിക്ക് വയേഴ്സ് ഇൻ സെക്കൻഡറി. സെക്കൻഡറിൽ എന്ത് ഉപയോഗിക്കും? തിക്ക് വയേഴ്സ് യൂസ് ചെയ്യും. ഇനി ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ പഠിച്ചു വെച്ചിരിക്കുക. NS/NP ഈസ് ഈക്വൽ ടു VS/VP ഈസ് ഈക്വൽ ടു IP/IS. ഈ ഒരു റിലേഷൻ ഇവിടെ പഠിച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ രണ്ടായിട്ട് പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഒറ്റ ഇക്വേഷനായിട്ട് പഠിക്കുക. NS/NP ഈസ് ഈക്വൽ ടു VS/VP ഈസ് ഈക്വൽ ടു IP/IS. ഈ ഇക്വേഷനോടെ പഠിച്ചു വെച്ചിരിക്കുക, എക്സാമിന് ചോദിക്കും. ദെൻ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫോമർ ലോസസ്. അവിടെ ഉണ്ടാകുന്ന ലോസസ് എന്തൊക്കെയായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ലോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹീറ്റ് ലോസ് ഇൻ കണ്ടക്റ്റിംഗ് വയേഴ്സ്, ഹീറ്റ് ലോസ് ഇൻ കോപ്പർ വയേഴ്സ്. കോപ്പർ വയേഴ്സിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ലോസ്, അതായത് ഈ വൗണ്ട് ചെയ്തിരിക്കുന്ന ഇതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഹീറ്റ് ലോസ് ഇൻ കോപ്പർ വയേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ എഡി കറണ്ട് ലോസ് നമ്മൾ പഠിച്ചതാണ്. എഡി കറണ്ട് ഈസ് മോസ്റ്റ് അൺഡിസൈറബിൾ ഇൻ ഡിവൈസസ് ലൈക്ക് ട്രാൻസ്ഫോമർ. അപ്പോൾ എഡി കറണ്ട് ലോസ് ഉണ്ടാവും. ദെൻ അടുത്ത ലോസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോയിലിലൂടെ, ഇപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിലെ വേരിയേഷൻ കാരണം ഇവിടെ EMF ഉണ്ടാകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് 2 കോയിലുണ്ട്, ഒന്നാമത്തെ കോയിലിലെ കറണ്ടിൻ്റെ വേരിയേഷൻ കാരണം രണ്ടാമത്തെ കോയിലിൽ EMF ഉണ്ടാകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി ഒന്നാമത്തെ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിലെ വേരിയേഷൻ കാരണം അവിടെ തന്നെ ഒരു EMF ഉണ്ടാകുന്നത് സെൽഫ് ഇൻഡക്ഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ, ഞാൻ സംസാരിക്കുന്നത് ഞാൻ തന്നെ കേൾക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ. വളരെ സിമ്പിൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, ദാറ്റ് മീൻസ് എന്നിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു, നിങ്ങളുടെ EMF ഉണ്ടാവും, ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഞാൻ സംസാരിക്കുന്നത് കാരണം എനിക്ക് തന്നെ കേൾക്കാൻ പറ്റും, ദാറ്റ് മീൻസ് എന്നിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം എന്നിൽ തന്നെ ഒരു EMF ഉണ്ടാവുന്നത് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൂടെ കറണ്ടിൻ്റെ വേരിയേഷൻ കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷൻ വരും. ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷൻ രണ്ടാമത്തെ കോയിലിന് കിട്ടുന്നതുകൊണ്ടാണ് EMF ഉണ്ടാകുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഈ ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് കിട്ടില്ല? രണ്ടാമത്തെ കോയിലിന് കിട്ടില്ല, കുറച്ച് വേസ്റ്റേജ് സംഭവിക്കും. ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. ആൻഡ് ലാസ്റ്റ് വൺ, ഹിസ്റ്ററിസിസ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും
ഏറ്റവും അവസാനം നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവമായിരുന്നു ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഹിസ്റ്ററിസ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പഠിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, ജസ്റ്റ് ആ പേരൊന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ ഇത്രയും ലോസസ് ആണ് ട്രാൻസ്ഫോമറിനകത്തുള്ളത്. ഉറപ്പാണ് ഈ ഒരു കമ്പാരിസൺ വേണമെങ്കിൽ ചോദിക്കാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാം, ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാകുന്ന ലോസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ട്രാൻസ്ഫോമർ ലോസസ്. ദെൻ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അതുകൊണ്ട് നമ്മൾ ആ പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി 1-2 പ്രോബ്ലംസ്, അതായത് പ്രീവിയസ് എക്സാമിന് ചോദിച്ച പ്രോബ്ലംസ് അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രീവിയസ് എക്സാമിന് ചോദിച്ച് കാണുന്ന പ്രോബ്ലംസ് എല്ലാം സാധാരണ LCR സർക്യൂട്ടിൽ നിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. എങ്കിൽ കൂടി നമ്മുടെ ഇൻഡക്ടർ കപ്പാസിറ്റർ അതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന 1-2 പ്രോബ്ലംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇൻ കേസ് അങ്ങനത്തെ പ്രോബ്ലംസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1-2 പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 100 Hz AC is flowing in a 40 millihenry coil, find its reactance. ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള, അതായത് വളരെ ഇൻഡയറക്റ്റ് അല്ലാത്ത, അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഫൈനൽ എക്സാമിനും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു AC, അതായത് 100 Hz ഫ്രീക്വൻസി ഉള്ള ഒരു AC ഒരു 40 millihenry കോയിലൂടെ ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കുക, ഇവിടെ ഇൻഡക്ടർ ആണോ കപ്പാസിറ്റർ ആണോ എന്ന് നമുക്കറിയാം. മില്ലി ഹെൻറി എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. അപ്പം എല്ലിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. L is equal to 14 millihenry, that is 14 into 10⁻³ ഹെൻറി എല്ലിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഫ്രീക്വൻസി F തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി Fന് പകരം ന്യൂ ഉപയോഗിക്കാം. ന്യൂ ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 100 Hz എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് XL ആണ്, റിയാക്റ്റൻസ്. XLൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, L ഒമേഗയാണ്. L നമുക്കറിയാം, പക്ഷേ ഒമേഗ അറിയത്തില്ല. ബട്ട് ഒമേഗയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ അറിയാം, 2πν. ഇതാണ് ഒമേഗയുടെ ഇക്വേഷൻ. അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/T. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/T എന്നറിയാം, അല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു 2πν എന്നറിയാം. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേന് എല്ലിന് പകരം L ഇൻറ്റു ഒമേഗയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 2πν എന്ന് കൊടുക്കാം. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 × 10⁻³ ആണ്, ഇൻറ്റു 2 × 3.14 ഇൻറ്റു ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 ആണ്. ചെയ്ത് നോക്കുക, ഞാൻ ചെയ്യുന്നില്ല, ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അതായിരിക്കും എന്തിൻ്റെ റിയാക്റ്റൻസ്. ഇതിൻ്റെ യൂണിറ്റ് ഓം തന്നെ ആയിരിക്കും കേട്ടോ. യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഓം തന്നെ ആയിരിക്കും. കാരണം Im is equal to Vm divided by XL എന്നാണ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് XL is equal to Vm divided by Im എന്ന് കിട്ടും. V/I എന്ന് പറഞ്ഞാൽ R തന്നെയാണ്. therefore യൂണിറ്റ് എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. XCയുടെ യൂണിറ്റും എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. അപ്പോൾ യൂണിറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഓം ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ കോയിൽ ഹാസ് ആൻ ഇൻഡക്റ്റൻസ് ഓഫ് 1 ഹെൻറി. വാട്ട് ഫ്രീക്വൻസി വിൽ ഇറ്റ് ഹാവ് എ റിയാക്റ്റൻസ് ഓഫ് 3142 ഓം. അതായത് റിയാക്റ്റൻസ് അത്രയും കിട്ടാൻ എന്തുമാത്രം ഫ്രീക്വൻസി വേണം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ കപ്പാസിറ്റി ഓഫ് കപ്പാസിറ്റർ വിച്ച് ഹാസ് ദ സെയിം റിയാക്റ്റൻസ് അറ്റ് ദാറ്റ് ഫ്രീക്വൻസി. അതായത് ഇതേ റിയാക്റ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്ര ആയിരിക്കും? അതാണ് കപ്പാസിറ്റി എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത് നമുക്ക് തന്നിരിക്കുന്ന കാര്യം, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. L is equal to 1 ഹെൻറി ആണ്, 1H ആണ്. ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. റിയാക്റ്റൻസ് തന്നിട്ടുണ്ട്. XL is equal to എത്ര ആണ്? 3142 ഓം ആണ്. എക്സലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, L ഒമേഗ. ദാറ്റ് ഈസ് XL is equal to നേരത്തെ പറഞ്ഞ പോലെ L ഇൻറ്റു 2πF എന്ന് എഴുതാം, അല്ലെങ്കിൽ 2π ന്യൂ എന്ന് എഴുതാം. ഇത് നമുക്ക് ന്യൂ ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ L ഇൻറ്റു 2π എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3142 ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ വാല്യൂ 1, 2 ഇൻറ്റു 3.14 ആണ്. സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് മുകളിലും താഴെ നമുക്കൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3142 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 314 എന്ന് കിട്ടും. സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 500 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. 500 ഹെഡ്സ് എന്നായിരിക്കും എന്ത് കിട്ടുക? ആൻസർ കിട്ടും.
ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. വാട്ട് ഷുഡ് ബി ദ കപ്പാസിറ്റി ഓഫ് കപ്പാസിറ്റർ? കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഹാസ് ദ സെയിം റിയാക്റ്റൻസ്. അതായത് എക്സ് സി എന്ന് പറയുന്നത് എത്ര എന്നാണ്? XLN ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര എന്നാണ്? 500 ഹെഡ്സ് എന്നാണ്. നമ്മളിവിടെ കണ്ടുപിടിച്ച അതേ ഹെഡ്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് സിയുടെ ഇക്വേഷൻ അറിയാം, 1/c ഒമേഗയാണ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ XC = 1/c × 2πν എന്ന് കിട്ടും. ഓക്കെ, സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ C = 1/XC × 2πν, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/XCയുടെ വാല്യൂ സെയിം, XLൻ്റെ അതേ വാല്യൂ തന്നെ, ദാറ്റ് ഈസ് 3142 × 2 × 3.14 × ന്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 500. ദാറ്റ് ഈസ് 500. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടും. അന്ന് ആൻസർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു മാത്രം. ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോയെന്ന്. ഇനി ഇൻ കേസ് നിങ്ങൾ അല്ലാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി പാട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് എനിക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ യഥാർത്ഥത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു പോർഷൻ മാത്രമാണ്. അപ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് വരുന്നില്ല എന്നല്ല, നമുക്ക് പിന്നീട് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ റയോപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റയോപ്റ്റിക്സ്. എന്തായാലും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം എക്സാം നടക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്സ് എക്സാമിന് മുമ്പ് 1-2 വീഡിയോസ് അല്ലാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് കൂടെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, തൊട്ടിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഒറ്റ കാര്യം കൂടെ, അതായത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ, അതായത് ഈ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ചെയ്ത ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കുറേ എണ്ണം കൂടെ ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് ഞാൻ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഗ്രൂപ്പിലേക്ക് വന്നേക്കുക. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.